അപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്തുണ്ടായിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കണ്ടുവരും. ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന പൂർത്തിയായി. ഇന്നലെ തന്നെ സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അത് വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കും. മുറിച്ചു മാറ്റിയത് വലിയ ഭാഗങ്ങളാണെന്ന് തന്ത്രി തന്നെ SITയെ അറിയിച്ചിട്ടുണ്ട്. 4-5 സെന്റിമീറ്റർ വരെ ഭാഗമാണ് ഈ സാമ്പിൾ ശേഖരണത്തിനായി മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ, ഒപ്പം ശ്രീകോവിലിൻ്റെ 4 വശങ്ങളിലുമുള്ള തൂണുകൾ, ഈ ഭാഗങ്ങളിൽ നിന്നാണ് സാമ്പിൾ ശേഖരണത്തിനായി സ്വർണത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ടുള്ളത്. അതാണ് 4-5 സെന്റിമീറ്റർ വരെ മുറിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആ തൂണിൻ്റെ ഭാഗത്ത് അത് വലിയ അളവിൽ ഈ സാമ്പിൾ ശേഖരണത്തിനായി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കേടുപാടുകൾ പറ്റിയതാണ് എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് സംശയങ്ങൾ തോന്നിയേക്കാം. ഭക്തർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സംശയങ്ങൾ തോന്നിയേക്കാം. പക്ഷേ അത് മുറിച്ച് മാറ്റിയതാണ്, അത് കേടുപാട് അല്ല. അങ്ങനെ ഒരു കാര്യം കൂടി തന്ത്രി SITയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് നവംബർ 17-ന് SIT ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിരുന്നു. അന്ന് കുറഞ്ഞ അളവിൽ മാത്രമാണ് സാമ്പിൾ ശേഖരിച്ചിരുന്നത്. 1-2 സെന്റിമീറ്റർ മാത്രം ഓരോ ഭാഗങ്ങളിൽ നിന്നും മുറിച്ചെടുത്താണ് സാമ്പിൾ ശേഖരണത്തിനായി അയച്ചു കൊടുത്തത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി കൂടുതൽ അളവിൽ ഈ സാമ്പിൾ ശേഖരണത്തിനായി ഭാഗങ്ങൾ വേണമെന്ന് SIT അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 സെന്റിമീറ്റർ വരെ ഭാഗങ്ങൾ മുറിച്ചെടുത്തിരിക്കുന്നത്. പരിശോധനയ്ക്കായി ഈ സാമ്പിളുകൾ ജാംഷഡ്പൂരിലെ ലാബിലേക്ക് അയക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഏതായാലും സന്നിധാനത്ത് SITയുടെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. സാമ്പിൾ എല്ലാം തന്നെ അവർ കൃത്യമായും ശേഖരിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ സന്നിധാനം.